ഇതിന്റെ പിന്നില് ഒരു വലിയ കഥയുണ്ട്. അതൊരു ദുരന്ത കഥയാണ്. ഇതിന്റെ ഈ പടത്തിന്റെ റെക്കോർഡിങ്, കിഴക്കുണരും പക്ഷിയുടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് മദ്രാസിലെ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയും, ഭയങ്കര അന്നത്തെ ഇപ്പൊ ഇതൊക്കെ പിന്നീടാണ് വന്നത്. ഏത് മറ്റേ ടെക്നോളജി, മറ്റേ കമ്പ്യൂട്ടറൊക്കെ വന്നത് പിന്നെയാ. ഇത് അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടേപ്പ് റെക്കോർഡിങ്, 24 ട്രാക്കിന്റെ ഓട്ടാരി മെഷീൻ. ഓയ്യോ, എന്ത് അവിടെ തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ പടം അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. അത്രയും നല്ല സ്റ്റുഡിയോ. പക്ഷേ ഇത് റെക്കോർഡിങ് കഴിഞ്ഞ് മ്യൂസീഷ്യൻസ് ഒക്കെ പിറ്റേ ദിവസവും റെക്കോർഡിംഗ് ഉണ്ട് ഡെയിലി. അവിടെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് പോയി. വയലിൻ സെക്ഷൻ മിക്കവാറും വീണ പാർസാരഥി, ബോംബെയിലത്തെ, അതായത് ഇന്ത്യയിലത്തെ നമ്പർ 1 ഫ്ലൂട്ടിസ്റ്റ്, സിനിമ ഇൻഡസ്ട്രിയിലത്തെ നവീൻ, പിന്നെ ഡബിൾ ബേസ്, ചെല്ലോ, നിറച്ച് ഇൻസ്ട്രുമെന്റാ. എന്തോ ഇത് അതിന്റെ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാം. ഇത് മൊത്തം ഒരു ഓർക്കസ്ട്രയുടെ സ്റ്റോറി ഉണ്ടല്ലോ ഇതിന്റെ പിന്നില്. അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസം വരുമ്പോ ഇൻസ്ട്രുമെന്റ് ഒക്കെ പകുതി പോലും, പൊടി പോലും കിട്ടാനില്ല, ഒക്കെ കത്തിപ്പോയി. ആ സ്റ്റുഡിയോ മൊത്തം കത്തിപ്പോയി. അതിന്റെ ടേപ്പ് എവിടുന്നോ ആരോ എങ്ങനെയോ അത് എടുത്തു വെച്ചു. അതിൽ നിന്ന് ഈ റെക്കോർഡ് ചെയ്ത സാധനം അതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് പേര് അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനൊക്കെ പോയി. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ വയലിൻ, ചെല്ലോ, ഡബിൾ ബേസ് ഒക്കെ കത്തിപ്പോയി. ആ പാട്ടില് കേട്ട ഒരു ഇൻസ്ട്രുമെന്റ്സും പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടില്ല, അതെല്ലാം കത്തിപ്പോയി.